إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله هو الذي ارسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله يا عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ബഹുമാന്യ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്താകുന്ന ജീവിതചര്യയും അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട് ജീവിച്ചവരായ മഹാന്മാരായ സ്വഹാബത്ത് കിറാം റളിയല്ലാഹു അൻഹും വറദൂഹു അവരെങ്ങനെ അനുധാവനം ചെയ്ത് സ്വർഗം നേടിയോ ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചും ഇത്തിബാഅ ചെയ്തും അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഒന്നാം സ്ഥാനം നൽകിയും ഏത് സമയത്തും അതിലൊരു വിട്ടുവീഴ്ചയും വരുത്താത്ത രൂപത്തിൽ സ്നേഹിക്കുകയും അതിലൂടെ സ്വർഗം നേടുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹുവെ ഞങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണമേ. റബീഉൽ അവ്വൽ മാസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം അവിടുന്ന് ജനിച്ചതും ഹിജ്റ പോയതും അവിടുന്ന് വഫാത്തായതും ഈ മാസത്തിലാണ്, അതിൽ തർക്കമില്ല. റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നമ്മളെ ബന്ധിപ്പിക്കാൻ ഈ മഹത്തായ 3 സംഭവങ്ങൾ തന്നെ ധാരാളമാണ്. കാരണം മുസ്ലിങ്ങളുടെ ജീവിതത്തിലെ, ലോക മാനവരാശിയുടെ ജീവിതത്തിലും വളരെ ചരിത്രപരമായ നിർണായകമായ പല ഘട്ടങ്ങളും മഹത്തായ സംഭവങ്ങളുമാണ് ഈ 3 കാര്യങ്ങളിൽ അടങ്ങിയിട്ടുള്ളത്. അവിടുത്തെ ജനനം എങ്ങനെയായിരുന്നു,
ആനക്കലഹ വർഷത്തിലെ ആമുൽ ഫീൽ റബീഉൽ അവ്വൽ മാസത്തിലെ തിങ്കളാഴ്ചയായിരുന്നു. ഇത് പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായമാണ്, തിങ്കളാഴ്ചയായിരുന്നു എന്നുള്ളത്. എന്നാൽ ജനിച്ച തീയതി അതിൽ കൃത്യമായി നിശ്ചയിക്കുന്നതിൽ പണ്ഡിതന്മാർക്ക് അന്നും ഇന്നും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. അതാണ് ഇപ്പോൾ പലരും ഭൂരിപക്ഷമായി അഭിപ്രായപ്പെട്ട് പോകുന്നത്. പണ്ഡിതന്മാരുടെ ഭൂരിപക്ഷ അഭിപ്രായവും അങ്ങനെ തന്നെയാകുന്നു എന്ന് കാണാം. ഏതായാലും തർക്കമുണ്ടതിൽ. പക്ഷേ മറ്റു ചിലർ റബീഉൽ അവ്വൽ 2-ാം തീയതിയാണെന്നും 8-ാം തീയതിയാണെന്നും 9-ാം തീയതിയാണെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനന ദിവസത്തെ ഇഷ്ടപ്പെടുകയും അതിന് പ്രാധാന്യം നൽകുകയും ചെയ്തവരായിരുന്നു സ്വഹാബികൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന ദിവസത്തിന് പ്രാധാന്യം നൽകിയവരായിരുന്നു. ഏതാ ദിവസം? തിങ്കളാഴ്ച ദിവസമായിരുന്നു. ആ പ്രാധാന്യം എന്തായിരുന്നു? കോടി തോരണങ്ങൾ, അതുപോലെ തന്നെ ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വാദ്യഘോഷങ്ങൾ, DJ, അത് ഓവറായി പോയപ്പോ ഉസ്താക്കന്മാർക്ക് പിടിച്ചാൽ പിടികിട്ടാത്ത അവസ്ഥയിലെത്തിപ്പോയി. ഹറാമെന്ന് പറഞ്ഞപ്പോ അവരെ ട്രോളുകയാണ് ഉസ്താക്കന്മാരെ. കണ്ടോ, അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, ദീനിന്റെ പേരിൽ ഒരു ബിദഅത്ത് തുടങ്ങിയാൽ ആ സമയം നമ്മൾ പിടിച്ചടക്കിയില്ലെങ്കിൽ അതിന്റെ ദുരന്ത ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് തെറ്റാണെന്ന് പറയുന്നവരെ ട്രോളുന്നൊരു കാലഘട്ടം. നമ്മളെങ്കിലൊക്കെ അൽഹംദുലില്ലാഹ് നമ്മൾ പണ്ട് അന്നും ഇന്നും ആ മഹാമോശത്തരത്തിന് നമ്മൾ എതിരാണ്. പക്ഷെ ഇപ്പോൾ പിടുത്തം വിട്ടപ്പോൾ ഉസ്താദന്മാർക്ക് പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയി. സമൂഹത്തിന്റെ ഗതികേടെന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിവസം ആഹ്ലാദിക്കാൻ വേണ്ടിയല്ല, വിനയത്തോടുകൂടി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി, ഇത്രയും നല്ലൊരു പ്രവാചകനെ ഞങ്ങൾക്ക് അയച്ച അല്ലാഹ്, അതിന്റെ സന്തോഷാതിരേകത്താൽ ഞങ്ങൾ ഇതാ നോമ്പനുഷ്ഠിക്കുകയാണ്, ശുക്ർ ചെയ്യുകയാണ് വിശ്വാസികൾ. അതാണ് നമ്മൾ റബീഉൽ അവ്വലിലെ തിങ്കളാഴ്ചകൾ, എല്ലാ തിങ്കളാഴ്ചകളിലും ചെയ്യേണ്ടത്. റബീഉൽ അവ്വൽ മാത്രമല്ല, എല്ലാ തിങ്കളാഴ്ചയും. അങ്ങനെ അവിടുന്ന് തിങ്കളാഴ്ച ദിവസത്തിന് പ്രാധാന്യം നൽകുകയും അന്ന് നോമ്പെടുക്കുകയും ചെയ്യുമായിരുന്നു. കാരണം അവിടുന്ന് ജനിച്ചത് ആ ദിവസത്തിലായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തീയതി കേന്ദ്രീകരിച്ച് ആണ്ടുതോറുമുള്ള ആഘോഷങ്ങൾ നടത്തുകയോ അതിന് കൽപ്പിക്കുകയോ ജനങ്ങൾക്കതൊരു ചര്യയായി നിശ്ചയിച്ചു കൊടുക്കുകയോ അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബയോ ചെയ്തിട്ടില്ല. സഹോദരങ്ങളെ, എന്നാൽ മൂന്നാമത്തെ ഒരു വശമുണ്ട് കേട്ടോ. ഒന്നാമത്തത് റസൂലുള്ളാഹിയുടെ ജനനമാണ്, രണ്ടാമത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയാണ്, മൂന്നാമത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. ഈ ഒരു മാസം തുടങ്ങിക്കഴിഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു പള്ളിയിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിനെ കുറിച്ച് സംസാരിച്ചോ? നബാത്തി ഖുത്ബ എന്ന് പറയുന്ന ഇബ്നു നബാത്തുൽ മിസ്രിയ എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ കിതാബാണ് എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറുകളിൽ വായിക്കപ്പെടുന്നത്, ഓതപ്പെടുന്നത്. റബീഉൽ അവ്വലിൽ 5 ഖുത്ബകളാണുള്ളത്. റബീഉൽ അവ്വലിൽ 5 ഖുത്ബകളാണുള്ളത്. ആ 5 ഖുത്ബകളിൽ ഒരു ഖുത്ബ പോലും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടില്ല. അതിൽ മിക്കതും ഖബറിനെ കുറിച്ചും പരലോകത്തിനെ കുറിച്ചുമാണ്. അതിൽ ഒരു ഖുത്ബ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തായിരുന്നു. കണ്ടോ, റബീഉൽ അവ്വൽ 5 ഖുത്ബകളിൽ ഒരു ഖുത്ബയും അന്നത്തെ ആളുകൾ പ്രാധാന്യം നൽകിയിട്ടില്ല. റബീഉൽ അവ്വൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഹബീബായ റസൂലിന്റെ വഫാത്തും അതുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹിയുടെ ഉപദേശവും ഫാത്തിമ ബീവി കരഞ്ഞതും ഒക്കെ അതിൽ കാണാം. ഉസ്താദന്മാർ അന്ന് കരയുമ്പോ കരച്ചിൽ കണ്ടിട്ട് കരയുന്ന ആൾക്കാരുണ്ട്. എന്താ പറഞ്ഞത് മനസ്സിലാവില്ല. ആ കരച്ചിൽ കണ്ടിട്ട് കരഞ്ഞവരുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റസൂലുള്ളാഹിയുടെ വഫാത്തിന് നമ്മൾക്ക് മാതൃകയുണ്ട്. അവിടുന്ന് പറഞ്ഞല്ലോ,
ഇദാ അസാബ അഹദകും മുസീബത്തുൻ ഫൽയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസായിബ്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളിൽ ഒരാൾക്ക് വല്ല വിപത്തും സംഭവിച്ചാൽ, നമുക്ക് എന്തെല്ലാം വിപത്തുകൾ സംഭവിക്കാറുണ്ട്, പ്രിയപ്പെട്ടവർ മരിച്ചു പോകുന്നു, അതിനേക്കാൾ ഒരു വിപത്തില്ലല്ലോ. നമ്മൾ ആറ്റുനോറ്റുണ്ടാക്കിയ സമ്പത്ത് നശിച്ചു പോകുന്നു, അതൊരു വിപത്താണല്ലേ. നമ്മുടെ ജീവിതത്തിലേക്ക് വല്ല വിപത്തും സംഭവിച്ചാൽ അള്ളാന്റെ തിരുദൂതർ പറയുകയാണ്, ഫൽയദ്കുർ, അവനൊന്ന് ഓർത്തുകൊള്ളട്ടെ, അവനൊന്ന് സ്മരിച്ചുകൊള്ളട്ടെ, മുസീബതഹു ബി ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസായിബ്, എന്നെ കൊണ്ടുണ്ടായ വിപത്തുണ്ടല്ലോ, അഥവാ എന്റെ വിയോഗം മൂലമുള്ള, എന്റെ മരണം മൂലമുള്ള വിപത്തിനെ അവനൊന്ന് ഓർത്തുകൊള്ളട്ടെ, കാരണം അതാണ് ഏറ്റവും വലിയ വിപത്ത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതാണ് ലോകത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ വിപത്ത്. അതിനേക്കാളും വലിയൊരു വിപത്ത് വരാനില്ല. ആ വിപത്തൊന്ന് ആലോചിച്ചാൽ നമുക്കുണ്ടാകുന്ന ആപത്തുകളും വിപത്തുകളും വളരെ നിസ്സാരമായി നമുക്ക് തോന്നും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ആരെ ഓർക്കണം? നമ്മുടെ കരളിന്റെ കരളായ അല്ലാഹുവിന്റെ തിരുദൂതരായ നമ്മുടെ എല്ലാമായ റസൂലുള്ളാഹി ഇവിടുന്ന് പോയില്ലേ? ആ റസൂലുള്ളാഹിയുടെ വഫാത്ത് സംഭവിച്ചില്ലേ? അതോർത്ത് നിങ്ങൾ കരയണം, നിങ്ങൾ ഉളരണം എന്നാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ തിരുദൂതർ വഫാത്തായപ്പോ മുസ്ലിമീങ്ങൾ വലിയ പരിഭ്രാന്തിയിലായി. അവർ ചിലർ ഞെട്ടിത്തിരിച്ച് ചിന്താക്കുഴപ്പത്തിലായി, ചിലർ തളർന്നിരുന്നുപോയി, എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാതായി പോയി, ചിലരുടെ നാവ് പതറി സംസാരിക്കാൻ പറ്റാതാവുകയും ചെയ്തു. മറ്റു ചിലരാകട്ടെ റസൂലുള്ളാഹിയുടെ വഫാത്ത് പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്തു. നിങ്ങളെന്താ പറയുന്ന, അല്ലാഹുവിന്റെ റസൂൽ മരിക്കേ? ആ രംഗം കാണാം. ഇദ്തറബൽ മുസ്ലിമൂൻ ഫമിൻഹും മൻ ദഹശ ഫഖൗലത മിൻഹും മൻ അഖഅദ ഫലം യതിഖ് അൽ ഖിയാം വമിൻഹും മൻ യഅതഖല ലിസാന ഫലം യതിഖുൽ കലാം വമിൻഹും മൻ അൻകറ മൗതഹു ബിൽ കിയ. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുന്ന വാചകം അങ്ങനെയാണ്. റസൂലുള്ളാഹിയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട സംസാരം സ്വഹാബാക്കൾക്കിടയിൽ എത്തിയപ്പോ അവരുടെ നിജസ്ഥിതിയാണ് നമുക്ക് വിശദീകരിക്കപ്പെട്ട് തന്നിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനോടൊപ്പം വഹ്യ് നിലച്ചുപോയി. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നു, അറബികളുടെ മതപരിത്യാഗം അഥവാ അറബികൾ പലരും മുർത്തദ്ദായി പോയതുപോലെയുള്ള കാര്യങ്ങളുടെ തിന്മയുടെ ആദ്യത്തെ വെളിപ്പെടലുണ്ടായതും നന്മയുടെ ആദ്യത്തെ വിച്ഛേദനമുണ്ടായതും കുറവ് സംഭവിച്ചതും ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടെയായിരുന്നു. ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ നടന്നാലും വേറെ ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. അവർക്ക് ആടണം, പാടണം, സന്തോഷിക്കണം, ഉല്ലസിക്കണം. സഹോദരങ്ങളെ, ഒന്നാലോചിച്ച് നോക്കൂ. നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പയുണ്ടല്ലോ, ഉമ്മയുണ്ടല്ലോ, നമ്മൾ കരളായി കാണുന്ന പലരുമുണ്ടല്ലോ, അവർ ജനിച്ചൊരു ദിവസം ജീവിതത്തിലുണ്ടായിട്ടില്ല ഈ ദുനിയാവിൽ. എന്നാൽ അവർ നമ്മൾ മരിച്ചുപോയാൽ, മരിച്ചതിന് വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ഓർക്കുന്നത് അവർ ജനിച്ച ദിവസമാണോ അതോ മരിച്ച ദിവസമാണോ? ആ മരിച്ച ദിവസം ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വിതുമ്പലുകൾ വരും, ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ കടന്നു വരും. പക്ഷെ ജനിച്ചതിനെ പറ്റി ആരും ഓർക്കാറില്ല. ആ സാമാന്യബോധം പോലും ഇല്ലാത്ത ആളുകളായി പോയില്ലേ നമ്മൾ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. മഹാനായ അനസ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രവേശിച്ച ദിവസം അതിലെ സകല വസ്തുക്കളും പ്രകാശപൂരിതമായി. ലമ്മാ കാനൽ യൗമുൽ ലദീ ദഖല ഫീഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനതു അദാഅ മിൻഹാ കുല്ലു ഷൈഇൻ ഫലമ്മാ കാനൽ യൗമുൽ ലദീ മാത ഫീഹി അദ്ലമ മിൻഹാ കുല്ലു ഷൈഇൻ വമാ നഫദനാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലൈദി ഹത്താ അൻകറനാ ഖുലൂബനാ.
റസൂലുള്ള മദീനയിൽ പ്രവേശിച്ച ദിവസം, ഹിജ്റ ചെയ്ത് മദീനയിൽ പ്രവേശിച്ച ദിവസം അതിലെ സകല വസ്തുക്കളും പ്രകാശപൂരിതമായി. എന്നാൽ റസൂലുള്ള വഫാത്തായ ദിവസം അതിലെ സകല വസ്തുക്കളും ഇരുണ്ടതായി പോയി. പ്രവാചകന്റെ ഖബറടക്കം കഴിഞ്ഞ് ഞങ്ങൾ കൈകൾ തട്ടിത്തുടച്ചെഴുന്നേൽക്കുമ്പോഴേക്കും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അനുഭവപ്പെട്ടത് വലിയൊരു ശൂന്യതയാണ്, വലിയൊരു ശൂന്യതയാണ്. റസൂലുള്ളാഹിന്റെ ഖബറിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ മണ്ണ് വാരിയിട്ടിട്ട് കൈകുടഞ്ഞെഴുന്നേറ്റപ്പോ ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ട ശൂന്യതയല്ലാതെ വേറൊന്നും ഞങ്ങൾക്കുണ്ടായില്ല. നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മിപ്പിക്കുന്ന അതേ മഹത്തായ 3 സംഭവങ്ങൾ നടന്ന മാസമല്ലേ ഇത്? അല്ലാഹുവേ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ, നിന്റെ ദാസനും റസൂലും നബിയും ഉറ്റമിത്രവും തെരഞ്ഞെടുക്കപ്പെട്ടവനും നിന്റെ സന്ദേശം ലഭിച്ചവനും നിന്റെ തൃപ്തി ലഭിച്ചവനുമായ മുഹമ്മദുൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ അനുഗ്രഹം ചൊരിയണേ അല്ലാ. ആ പുണ്യ റസൂലിന്റെ ശഫാഅത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ആമുഖമായി ഞാനിത് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ ഒരു 3 ഖുതുബ വേണം. കാരണം അത്രമാത്രം സ്വഹാബ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 13 ദിവസമായിരുന്നുവെന്നും 10 ദിവസമായിരുന്നുവെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം ബാധിച്ച് 13 ദിവസമാണ് 10 ദിവസമാണ്, അതിനുള്ളിലാണ് റസൂലുള്ളാഹിയുടെ വഫാത്ത് നടന്നത്. ഒന്നിൽ 10 അല്ലെങ്കിൽ 13. ഇതാണ് അഭിപ്രായം. രോഗം ബാധിച്ച സമയം മുതൽ ഇങ്ങോട്ട് അത് മുഴുവനും സ്വഹാബ രേഖപ്പെടുത്തി കൃത്യമായി വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ആഘോഷിച്ചവരുണ്ടല്ലോ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു രേഖകൾ, അതിന്റെ സുന്നത്തുകൾ, രാവിലെ കുളിക്കുന്നതിനെ പറ്റി അല്ലെങ്കിൽ വസ്ത്രമിടുന്നതിനെ പറ്റി, അതിൽ പാലിക്കേണ്ട നിയമങ്ങളെപ്പറ്റി ഒരവരി എവിടെയെങ്കിലും ഉണ്ടോ? എന്നാൽ ഹബീബിന്റെ 13 ദിവസങ്ങൾ കൃത്യമായി എഴുതപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതിൽ ഓരോ നിമിഷവും നമുക്ക് മാതൃകയുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുമ്പുള്ള ദിവസങ്ങൾ തന്നെ, ആ വർഷങ്ങൾ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ പോകുന്നു എന്ന ഒരുപാട് തെളിവുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. മരണത്തിന് മുമ്പ് റസൂലുള്ളാഹിയുടെ മുന്നറിയിപ്പുകൾ, നിവേദക സംഘങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്ത് വരാൻ തുടങ്ങി. മക്കാ വിജയം ഞാൻ ഓതിയല്ലോ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ഇദാ ജാഅ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം വന്നു കഴിഞ്ഞാൽ, വൽ ഫത്ഹ്, മക്കം ഫത്ഹും വന്നു കഴിഞ്ഞാൽ, മഹത്തായ വിജയവും വന്നു കഴിഞ്ഞാൽ, വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, കൂട്ടം കൂട്ടമായി ജനങ്ങൾ അല്ലാഹുവിന്റെ ദീനിൽ പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, റസൂലുള്ളാഹ് താങ്കളുടെ റബ്ബിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കണം. റസൂലുള്ളാഹ് വസ്തഗ്ഫിറുഹു, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങണം. റസൂലുള്ളാഹ് ഇന്നഹു കാന തവ്വാബ, തീർച്ചയായും അല്ലാഹു വളരെയധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ഈ സൂറത്തങ്ങ് അവതരിച്ചതിന് ശേഷം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുകൂഉകളിലും സുജൂദുകളിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്ന ദുആ ഏതാ? സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. അല്ലാഹ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി അത് ചെയ്തു കഴിഞ്ഞു, റുകൂഇലും സുജൂദിലും. 2-3 റിവായത്തിൽ വ്യത്യസ്തമായ രൂപത്തിൽ അത് വന്നിട്ടുണ്ട്. ഏത് നിങ്ങൾ പഠിച്ചാലും കുഴപ്പമില്ല. ഇത് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിവേദക സംഘങ്ങളുടെ വരവും ഈ സൂറത്തിന്റെ അവതരണവും അതിനുശേഷം നിവേദക സംഘങ്ങളുടെ വരവും അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിനുള്ള ആദ്യ ലക്ഷണമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ സഹായം, അല്ലാഹുവിന്റെ വിജയം വന്നു കിട്ടിയാൽ എന്ന സൂറത്തിനെ കുറിച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബിമാര് ചോദിക്കുന്നു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ഖാലൂ ഫത്ഹുൽ മദായിനി വൽ ഖുസൂർ.
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അവരോട് ചോദിച്ചു, ഈ സൂറത്തുമായി ബന്ധപ്പെട്ട അവതരണം, ആ അവതരണത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി സ്വഹാബ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് അവരോട്. ചോദിച്ചപ്പോൾ സഹാബ അവരിൽ പറഞ്ഞു, രാജ്യങ്ങളും കൊട്ടാരങ്ങളും, അല്ലെ, ഫത്ഹുൽ മദാഇനി വൽ ഖുസൂർ, രാജ്യങ്ങളും കൊട്ടാരങ്ങളും വിജയിച്ചടക്കുന്നതിനെ പറ്റിയാണ് ആ സൂറത്തിൽ പറഞ്ഞത് എന്ന് സ്വഹാബ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലയോട് മറുപടി പറയാം. മഹാനായ ഉമർ ബിൻ റളിയല്ലാഹു തആല അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാല ഇബ്നു അബ്ബാസ് ഖാല അജലുൻ ഔ മസലുൻ ضرب لمحمد صلى الله عليه وسلم نعيت له نفسه. എന്താ വാചകം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വന്തം മരണത്തെക്കുറിച്ചും റസൂലുള്ളാഹിയുടെ അവധിയെക്കുറിച്ചും ഉദാഹരണത്തിലൂടെ അല്ലാഹ് അറിയിച്ചു തന്നിരിക്കുകയാണ് ഈ സൂറത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വഹാബാദിന് അങ്ങനെയാണ് മനസ്സിലാക്കിയത്. വേറൊരു ലക്ഷണം എന്താ? മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് പറഞ്ഞേക്കുമ്പോ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കൂടെ പുറപ്പെടുന്നു. മുആദ് റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിന് താഴെ നടന്നുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയുടെ മൂക്ക് കയറിങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. ഉടൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് ചോദിക്കുന്നു റളിയല്ലാഹു അൻഹു, ഇന്നക അസാ അൻ ലാ തൽഖാനി ബഅദ ആമി ഹാദാ വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബരി. മഹാനായ സ്വഹാബിയോട്, പ്രിയപ്പെട്ട സതീർത്ഥ്യനോട് അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്, അടുത്ത വർഷം നീ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല മുആദ്. എന്റെ ഈ പള്ളിയിലോ മസ്ജിദുൻ നബവിയിലോ അല്ലെങ്കിൽ എന്റെ കബറിടത്തിലോ താങ്കൾ വന്നേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിന്റെ ആ വാചകം ഓർത്ത് മുആദ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുപോയി. ഫബകാ മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ജശഅൻ ലിഫിറാഖി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരുടെ വേർപാടോർത്തുകൊണ്ട് അദ്ദേഹം കരഞ്ഞുപോയി. ശേഷം മദീനയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാചകമുണ്ട്, എന്നോട് ഏറ്റവും അടുത്ത ആളുകൾ ഇന്ന ഔലന്നാസി ബി അൽ മുത്തഖൂൻ മൻ കാനൂ വഹൈസു കാനൂ. എഴുതി വെക്കേണ്ട, ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട ഒരു വാചകമാണ്. അള്ളാഹുവിന്റെ തിരുദൂതർ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അയച്ചതിന് ശേഷം മസ്ജിദുൻ നബവിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നോട് ഏറ്റവും അടുത്ത ആളുകൾ, മദീനേ, എന്നോട് ഏറ്റവും അടുത്ത ആളുകൾ ആരാണെന്നറിയാമോ? തഖ്വയുള്ളവരാണ്. അൽ മുത്തഖൂൻ, തഖ്വയുള്ളവരാണ്. മൻ കാനൂ വഹൈസു കാനൂ, അവരായിരുന്നാലും, അവർ എവിടെയായിരുന്നാലും, അവർ കേരളത്തിലായിരുന്നാലും, അവര് ഇന്ത്യയിലായിരുന്നാലും, ഏത് രാജ്യത്തായിരുന്നാലും ഏറ്റവും കൂടുതൽ എന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണ്, തഖ്വയുള്ളവരാണ് ഞാനുമായി ഏറ്റവും അടുത്തവർ. ആ തഖ്വയുടെ പേരിലെങ്കിലും ഇതൊന്ന് ഉപേക്ഷിച്ചുകൂടായിരുന്നോ? അല്ലേ? സംശയമുള്ളൊരു വിഷയമാണ്. അള്ളാന്റെ സ്വഹാബത്ത് ഒന്നും ചെയ്തിട്ടില്ല, റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ചെയ്തിട്ടില്ല, താബികൾ ചെയ്തിട്ടില്ല, ഇമാമികൾ ആരും ചെയ്തിട്ടില്ല, അതിനുശേഷം വന്ന പലരും ആരും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോ ഏറ്റവും സൂക്ഷ്മതയുടെ വശം അള്ളാന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഒരു സംഭവം കൂടിയാണല്ലോ. അതുകൊണ്ട് ആഘോഷിക്കാതിരിക്കലല്ലേ നല്ലത്? അതല്ലേ തഖ്വ? അള്ളാന്റെ തിരുദൂതർ പറഞ്ഞ വാചകം നോക്കണം. അവർ എവിടെയായിരുന്നാലും, എങ്ങനെയായിരുന്നാലും ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവരാണ്. അവരാണ് ഞാനുമായി ഏറ്റവും അടുത്തവർ. അതിനുശേഷം തുടരെ വഹയുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകുകയുണ്ടായി. റസൂലുള്ളാഹിയുടെ വഫാത്തിനെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളിൽപ്പെട്ടതാണ് തുടരെയുള്ള വഹയുകൾ. അനസ് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുകയാണ്, ആദ്യമായി ഉണ്ടായിരുന്ന വഹയിനേക്കാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൂടുതൽ വഹയുകൾ അവിടുത്തെ മരണത്തിന് മുമ്പായി, വഫാത്തിന് മുമ്പായി തുടരെ അയക്കപ്പെട്ടുകൊണ്ടിരുന്നു.
ബുഖാരിയിൽ കാണാം ഈ ഹദീസ്. 20 ദിവസത്തെ ഇഅ്തികാഫ് എല്ലാ വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. വഫാത്തിന് തൊട്ടു മുമ്പുള്ള റമദാനിൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി അവിടുന്ന് 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം 2 തവണ ഖുർആൻ പരിശോധിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയോട്, പ്രിയപ്പെട്ട മകളോട് പറയുന്ന വാചകം ഇതാണ്: ഇന്ന ജിബ്രീല കാന യുആരിദുനി അൽ ഖുർആൻ കുല്ല സനത്തിൻ മറ വഇന്നഹു ആറദനി അൽ ആമ മറതൈൻ വലാ അറാഹു ഇല്ലാ ഹദറ അജലി. ഫാത്തിമ മോളെ, എല്ലാ വർഷവും 1 തവണയാണ് ജിബ്രീൽ എന്റെ അടുക്കൽ ഖുർആൻ കേൾക്കാൻ വന്നത്. ഖുർആൻ എന്നെ കൊണ്ടോതും, അവിടുന്ന് ജിബ്രീൽ കേൾക്കും. അത് 1 തവണയാണ് എല്ലാ റമദാനിലും. പക്ഷേ ഈ റമദാനിൽ ഈ വർഷം 2 തവണയാണ് ജിബ്രീൽ വന്നിരുന്നത്. അടുത്ത വാചകം മഹാമഹതിയായ ഫാത്തിമയെ ഒന്ന് ഞെട്ടിക്കുന്ന വാചകമായിരുന്നു. എന്ന് പറഞ്ഞത് എന്താ പറഞ്ഞത്? ഞാൻ എന്റെ അവധി അടുത്തിരിക്കുന്നു എന്നാണ്. فلما كان العام الذي قبض فيه اعتكف 20 يوما എന്ന് പറഞ്ഞിട്ട് പറയാണ്, എന്റെ അവധി അടുത്തിരിക്കുന്നു എന്നാണ് ഫാത്തിമ ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണത്തിന്റെ അടയാളങ്ങളായി ഈ സൂചിപ്പിച്ച അടയാളങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോ റസൂലുള്ളാഹിയുടെ ആദ്യത്തെയും അവസാനത്തതുമായ ഹജ്ജ് ചെയ്യണമെന്ന് അള്ളാന്റെ റസൂലിന് അപാരമായ ആഗ്രഹമായി. സ്വഹാബികളുമായി അള്ളാന്റെ റസൂൽ അത് തീരുമാനിക്കുന്നു. നമുക്ക് ഈ വരുന്ന വർഷം ഹജ്ജിന് പോയാലോ എന്ന് ആലോചിക്കുന്നു. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും ഹജ്ജിന് പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ അവിടുത്തെ മരണത്തെ വ്യക്തമായി തുറന്നു പറഞ്ഞു: മനുഷ്യരെ, ഇത് സശ്രദ്ധം ശ്രവിക്കണേ. ഈ കൊല്ലത്തിന് ശേഷം ഈ സ്ഥാനത്ത് വെച്ച് ഇതുപോലെ ഇനി നാം കണ്ടുമുട്ടുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യരെ, ഈ പ്രദേശത്തിന്റെ, ഈ മാസത്തിന്റെ, ഈ സുദിനത്തിന്റെ അഥവാ ദുൽഹിജ്ജയുടെ പവിത്രത പോലെ നിങ്ങൾ നിങ്ങളുടെ രക്തത്തിനും നിങ്ങളുടെ അഭിമാനത്തിനും സമ്പത്തിനും പരസ്പരം ആദരവ് കൽപ്പിക്കേണ്ടതാണ് എന്ന് തുടങ്ങിയിട്ടുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ സുപ്രസിദ്ധമായ അറഫ പ്രസംഗം, ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗം. ആ പ്രസംഗം നിർവഹിച്ച ശേഷം അറഫാ ദിനം അല്ലാഹു ആയത്ത് അവതരിപ്പിക്കുന്നു. നമുക്കെല്ലാം അറിയാം: അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് ഞാൻ നിങ്ങൾക്കിതാ നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. മതമായ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്കിതാ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഇതെല്ലാം കേട്ടപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല കാരിരുമ്പിന്റെ കരുത്തുള്ള ഉമർ റളിയല്ലാഹു തആല പൊട്ടി കരയുകയാണ്. കുഞ്ഞുങ്ങൾ വാവിട്ട് കരയും പോലെ എന്ന് കാണാം. നിങ്ങൾ എന്തിനാണ് കരയുന്നത് ഉമറെന്ന് അവിടുത്തെ സ്വഹാബികൾ ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു: അൽ യൗമ അക്മൽതു ലക്കും. കമാൽ, പരിപൂർണത ഉണ്ടായി കഴിഞ്ഞാൽ ആ പൂർണതയ്ക്ക് ശേഷം ഇല്ലൻ നുഖ്സാൻ, ഇനി കുറവല്ലാതെ, ഇനി ന്യൂനതയല്ലാതെ മറ്റെന്താണ് വരാനുള്ളത്? അതോർത്തിട്ടാണ് ഞാൻ കരഞ്ഞതെന്ന് പറഞ്ഞപ്പോ സ്വഹാബികൾക്ക് വ്യക്തമായി അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിനെ സംബന്ധിച്ചാണ് ഈ ആയത്തെന്ന്. ഹജ്ജിന്റെ പല വേളകളിലും വിടവാങ്ങലിന്റെ വാക്കുകൾ റസൂലുള്ളാഹി പറഞ്ഞുകൊണ്ടേയിരുന്നു. ജംറത്തുൽ അഖബയുടെ സമീപത്ത് വെച്ച് അവിടുന്ന് പറഞ്ഞു: ഖുദൂ മനാസികക്കും ഫഇന്നീ ലാ അദ്രി ലഅല്ലി ലാ ഹജ്ജു ബഅദ ആമി ഹാദാ. എന്നിൽ നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കണേ സ്വഹാബ. അടുത്ത വർഷം ഞാൻ ഇവിടെ മടങ്ങി വന്നു കൊള്ളണം എന്നില്ല. ഉപദേശങ്ങളുടെ പെരുമഴയാണ്. പിന്നെ ഹജ്ജ് കഴിഞ്ഞ് മദീനയിലെത്തിയ റസൂലുള്ളാഹി ഷാമിലേക്കൊരു സൈന്യത്തെ ഒരുക്കാനുള്ള ആ ഉപദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നൽകിയത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുയായിയായ റസൂലുള്ളാഹിയുടെ വളർത്തുമകനായ ഉസാമത്ത് ബിൻ സൈദിനെയാണ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെ സൈന്യാധിപനായി നിശ്ചയിക്കുന്നു. ഒരുപാട് ഉപദേശങ്ങൾ റസൂലുള്ളാഹി അദ്ദേഹത്തിന് നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഹുമ്മ തടാകത്തിനടുത്ത് വെച്ച് ഞങ്ങൾക്കിടയിൽ ഒരു പ്രസംഗകനായി എഴുന്നേറ്റ് നിന്നു. മക്കയ്ക്കും മദീനയ്ക്കും ഇടയ്ക്കാണ് ആ സ്ഥലം.
അള്ളാഹുവിനെ സ്തുതിച്ചു റസൂലുള്ളാഹ്, ഉപദേശം നൽകി റസൂലുള്ളാഹ്. അല്ലയോ ജനങ്ങളെ, ഞാനൊരു മനുഷ്യനാണ്, എന്റെ റബ്ബിന്റെ ദൂതൻ മലക്കുൽ മൗത്ത് വരികയും ഞാൻ ഉത്തരം നൽകുകയും ചെയ്യാറായിരിക്കുന്നു സ്വഹാബ. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കിതാ വിട്ടേച്ചു പോകുന്നു. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലൂ മാ തമസ്സക്തും ബീമാ. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കിതാ വിട്ടേക്കുന്നു, നിങ്ങളത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴച്ചു പോവുകയില്ല. കിതാബല്ലാഹി വസുന്നത റസൂലി, അള്ളാഹുവിന്റെ കിതാബും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുമാണത്. അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജനങ്ങൾക്ക് ഖുതുബ പറയുന്ന സമയത്ത് അള്ളാഹു ഒരു അടിമയ്ക്ക് ഐഹിക ലോകവും അവന്റെ അടുത്തുള്ളതും തെരഞ്ഞെടുക്കുവാൻ അവസരം നൽകി. ആ അടിമ അള്ളാഹുവിന്റെ അടുത്തുള്ളതാണ് തെരഞ്ഞെടുത്തത്. ഇത് കേട്ടപ്പോ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല കരഞ്ഞു പോകുന്നു. അദ്ദേഹത്തിന്റെ കരച്ചിൽ കേട്ടിട്ട് ഞങ്ങൾക്ക് അത്ഭുതമായി. തെരഞ്ഞെടുക്കുവാനുള്ള ഒരു അവസരമല്ലേ അള്ളാഹുവിന്റെ തിരുദൂതർക്ക് നൽകിയത് അബൂബക്കർ, പിന്നെന്തിനാണ് താങ്കൾ കരയുന്നത്? പക്ഷേ തെരഞ്ഞെടുക്കുവാനുള്ള അവസരം നൽകപ്പെട്ട അടിമ അത് ഹബീബായ റസൂലാണ് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞപ്പോ അവിടെ എല്ലാവരും കരഞ്ഞുപോയി. അവർ പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗശയ്യയിലാവുകയാണ്. ഹിജ്റ 11-ാം വർഷം സഫർ മാസത്തിന്റെ ആദ്യത്തിൽ റസൂലുള്ളാഹി ഉഹദിലേക്ക് പുറപ്പെടുന്നു. അവിടെയുള്ള ശുഹദാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന ശേഷം മിമ്പറിൽ കയറിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോകുന്നവരാണ്, ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാണ്, അല്ലാഹുവാണേ സത്യം. ഇപ്പോൾ ഞാൻ എന്റെ ഹൗദിലേക്ക്, എന്റെ ഹൗദുൽ കൗസറിലേക്ക് നോക്കുകയാണ്. ഭൂമിയുടെ ഖജനാവുകളുടെ താക്കോൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സഹാബ. അല്ലാഹുവാണേ സത്യം, എനിക്ക് ശേഷം നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതിനെ ഞാൻ ഭയപ്പെടുന്നില്ല. എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾ മത്സരിക്കുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. സ്വഹാബത്തിന് ശിർക്ക് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്, നമ്മളൊക്കെയല്ല. ചില കൗമ് അത് നോട്ട് ചെയ്തിട്ട് പറഞ്ഞു, റസൂൽ ശിർക്കിന് വല്ലാത്ത ഭയപ്പെടുന്നില്ല, നാട്ടിൽ ഇങ്ങനെ മത്സരിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം വേറൊരു ഖുതുബയിൽ നൽകാം ഇൻഷാ അല്ലാഹ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് സഹായവും ശക്തിയുമായി വർത്തിച്ച സഹാബികളുടെ മറമാടപ്പെട്ട ബഖീഅ എന്ന് പറയുന്ന ആ അയ്യത്തിന്റെ ശ്മശാന സ്ഥലത്ത് റസൂലുള്ളാഹി രാത്രി സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മരണത്തിന് കാരണമായ 13 ദിവസങ്ങളോളം റസൂലുള്ളാഹി പ്രയാസപ്പെട്ട ആ രോഗത്തിന് കാരണമായ പനി തുടങ്ങുന്നത്. ഞാൻ നിർത്തുകയാണ് സഹോദരങ്ങളെ, സഹോദരൻ. അടുത്ത ഖുത്ബയിലൂടെ നമുക്കത് ഹബീബിന്റെ അന്ത്യനിമിഷങ്ങൾ നമുക്കറിയണം. അതിലൂടെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണം. ഹബീബ് നമ്മളെ ബാക്കിയാക്കിപ്പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ ഉണർത്തിച്ചു പോയ കുറെ കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല. അള്ളാഹു ആ രൂപത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യനിമിഷങ്ങൾ പോലും ജീവിതത്തിൽ മാതൃകയാക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ് യാ ഇബാദല്ലാഹ്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു പഠിപ്പിച്ച രൂപത്തിൽ തന്നെ കൃത്യമായി ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് അവിടുത്തെ മറമാടിയ ശേഷം അനസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വരുന്നൊരു രംഗമുണ്ട്, അത് പറയാതെ വയ്യ. ആ സമയത്ത് ഫലമ്മ ദുഫിന, റസൂലുള്ളാഹിനെ മറമാടപ്പെട്ടു. ഖാലത്ത് ഫാത്തിമ അലൈഹിസ്സലാം, ഫാത്തിമ അലൈഹിസ്സലാം പറയുന്നൊരു വാചകമുണ്ട്, യാ അനസ്, അനസേ അതാബത് അൻഫുസുകും അൻ തഹ്സു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറാബ്. പ്രവാചകന്റെ പുണ്യശരീരത്തിൽ മണ്ണ് വാരിയിട്ടപ്പോ നിങ്ങൾക്കൊക്കെ സമാധാനമായില്ലേ എന്ന് ഫാത്തിമ ബിവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തിരുദൂതരെ സ്നേഹിക്കുമ്പോ ആഘോഷം കൊണ്ട് പലതും മറന്നുപോകുന്നവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? DJ കളിച്ച്, ആർപ്പാടം കളിച്ച് ഹൈന്ദവരെയും ക്രൈസ്തവരെയും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും പറയിപ്പിക്കുമാറ് നിങ്ങൾക്ക് എങ്ങനെ ആർമാദിക്കാൻ കഴിയുന്നു റബീഉൽ അവ്വലിന്റെ മാസവുമായി ബന്ധപ്പെട്ട് എന്ന് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. കൂടുതൽ തഖ്വയോടെ അള്ളാഹിന്റെ മാർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളാണ് ഇന്ന് ലോകം. അള്ളാഹുവേ, ഞങ്ങളുടെ പൊന്നുമക്കളെ നീ നന്നാക്കണേ അള്ളാഹ്. ഒരു സഹോദരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ മറ്റൊരു സഹോദരനെ വിളിക്കുന്നത്. നിങ്ങൾ ദുആ ചെയ്യണം. അവർക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ ജീവിതം മുഴുവനും ഞാൻ അവർക്ക് വേണ്ടിയാണ്. പക്ഷേ ഒരു ഫലം കിട്ടില്ല എന്ന് മാത്രമല്ല, ഉപദ്രവങ്ങൾ മാത്രമാകുന്നു എന്ന് പറയുന്ന ദയനീയമായ കരച്ചിൽ. അള്ളാഹു നമ്മൾക്കെല്ലാം ആ വിഷമത്തിൽ നിന്നും നമുക്ക് മാറ്റം തരുമാറാകട്ടെ. ഇഹലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കി നമ്മുടെ എല്ലാ മക്കളെയും അള്ളാഹു മാറ്റുമാറാകട്ടെ. അവർക്ക് നല്ല ഇണകളെയും നല്ല കുടുംബജീവിതവും നല്ല ദീനീ ജീവിതവും അള്ളാഹു നൽകുമാറാകട്ടെ. നമുക്ക് അള്ളാഹു ഭവനങ്ങൾ തന്നിട്ടുണ്ട്. ആ ഭവനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ ഓർക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഭവനങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ മരണപ്പെട്ട എന്റെ ബന്ധുവും കൂടിയായ കുണിയയിലെ സഹോദരി ക്യാൻസറായി ഒരുപാട് പ്രയാസപ്പെട്ടവരാണ്. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും അവരിന്നലെ മരണപ്പെട്ടുപോയി. അള്ളാഹുർക്ക് മഗ്ഫിറത്ത് നൽകുകയും ചെയ്യുമാറാകട്ടെ. കുടുംബങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. ക്ഷമിക്കാനുള്ള കഴിവ് നൽകുമാറാകട്ടെ. ജാമ്യയിൽ പഠിച്ച ഒരു പൊന്നുമോൻ വാഹന അപകടത്തിൽ മരണപ്പെട്ടുപോയി. അള്ളാഹു ആ ചെറുപ്പക്കാരന് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ. അവരുടെ കുടുംബങ്ങൾക്ക് നീ ക്ഷമിക്കാനുള്ള കഴിവ് നൽകണേ അള്ളാഹ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട തളിപ്പറമ്പിലെ നമ്മുടെ സഹോദരൻ, അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രവർത്തകന്റെ ഉമ്മ, മാണിക്കോത്തുള്ള നമ്മുടെ പ്രവർത്തകന്റെ ഉമ്മ മരിച്ചുപോയി. ജുമാ കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത്. അള്ളാഹു അവർക്കും മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണേ അള്ളാഹ്. ഓരോരുത്തരും നമ്മളെ വേർപിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദുനിയാവ് ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പോകേണ്ടവരാണ്. അള്ളാഹുവിന്റെ തിരുദൂതരെ സ്നേഹിച്ചും അവിടുത്തെ ജീവിതത്തിൽ പകർത്തിയും ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അള്ളാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അള്ളാഹ്. ആശുപത്രികളിലും വീടുകളിലും രോഗാതുരായി കിടക്കുന്നവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അള്ളാഹ്. സമാധാനം നൽകണേ അള്ളാഹ്. ഞങ്ങളിൽ പലരും രോഗികളാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد وعلى آله